ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൽമ് വേണം. ഇൽമുള്ളവർക്കേ സ്ഥാനമുള്ളൂ. അവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യർ. അള്ളാഹു നാഫിയായ ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ കേവലം ഇൽമ് പോരാ, കുറേ അറിവുണ്ടായാൽ മാത്രം പോരാ. ഖൈറുൽ ഇൽമി മാ കാനത്തിൽ ഖശിയത്തു മഅഹു. ആ അറിവോട് കൂടെ അള്ളാഹിനെ ഒരു ഖശിയത്തും വേണം, ഒരു പേടി വേണം, ഒരു ഖൗഫ് വേണം. അറിവ് കൂടുന്നതനുസരിച്ച് ഖൗഫ് ആണല്ലോ. എന്താ ആവുക? ഖബറിൽ ചെന്നപ്പോൾ എന്താ ആവുക? ഈമാൻ കിട്ടുമാവുക? എൻ്റെ അമലൊക്കെ കബൂലാവുണ്ടാവും? ഞാൻ കുറേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഖശിയത്തില്ലാത്ത ഇൽമ്, ഭയമില്ലാത്ത അറിവ് സ്ഥാനം വളരെ കമ്മിയാണ്. അല്ലാഹു തആല ഖശിയത്തോടുകൂടെയുള്ള ഇൽമ് നൽകി അനുഗ്രഹിക്കട്ടെ. അഥവാ ഖൈറുൽ ഉലൂമി മാ തൽസമുഹു ഖശിയത്തുല്ലാഹി വതുസാഹിബുഹു. അറിവുകളിൽ വെച്ച് ഏറ്റവും ഖൈറായത് അള്ളാഹുവിൻ്റെ ഖശിയത്തുള്ളതാണ്. അള്ളാഹിനെ പറ്റിയുള്ള ഖശിയത്തുണ്ടാക്കുന്ന ഇൽമാണ്. ആ ഇൽമോട് കൂടെ ഖശിയത്ത് വേണം. ഖശിയത്ത് ഇൽമിനോട് സഹവസിക്കണം. കാരണം ലിഅന്നല്ലാഹ തആല അസ്നാ അലൽ ഉലമായി ബിദാലിക്. അല്ലാഹു തആല ആലിമീങ്ങളെ വർണ്ണിച്ചത് എന്തുകൊണ്ടാ പുകഴ്ത്തിയത്? ഇവർക്ക് ഖശിയത്ത് ഉണ്ടാവുന്ന. ശുദ്ധമായ ഖുർആനിൽ ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. ഇന്നമാ യഖ്ഷല്ലാഹ, നിശ്ചയം അല്ലാഹുവിനെ ഭയപ്പെടും. മിൻ ഇബാദിഹി, അവൻ്റെ അടിമകളിൽ നിന്ന്. ആര് മാത്രം? അൽ ഉലമാഉ, ആലിമീങ്ങൾ മാത്രം. അപ്പൊ ഉലമാവിന് എന്തുണ്ടാവും? ഖശിയത്തുണ്ടാവും. ഉലമാക്കൾ ഇബാദിൽ നിന്ന് ഉലമാനെ അള്ളാനെ പേടിണ്ടാവുള്ളൂ. അപ്പൊ ഖശിയത്ത് വേണം. ഖശിയത്തുള്ള ഇൽമാണ് ഇൽമ്. ഖശിയത്തുള്ളവനാണ് ആലിമ്. ഫകുല്ലു ഇൽമിൻ ലാ ഖശിയത മഅഹു ലാ ഖൈറ ഫീഹി. ഖശിയത്തില്ലാത്ത ഇൽമ്, അതിലൊരു ഖൈറില്ല. പേടി വേണ്ടേ? അപ്പോഴേ നമ്മളെ തുളിക്കുള്ളൂ. അറിവ് നല്ലതാണ്, അറിവ് പഠിക്കൽ പുണ്യമാണ്, വലിയ കൂലിയ. അതോടുകൂടെ നമുക്കൊരു പേടിയും ബേജാറും വേണം. അപ്പോഴാണ് നമ്മൾ ആ അറിവനുസരിച്ച് ശരിക്കും നിൽക്കുള്ളൂ. വലായിസമ സ്വാഹിബുഹു ആലിമ അൽ ഹഖീഖ. ഭയമില്ലാത്ത ഇൽമിൻ്റെ ആൾക്ക് യഥാർത്ഥത്തിൽ ആലിമെന്നും പറയൂല. എന്നാൽ ഖശിയത്തിനാൽ എന്തുണ്ടാവും? വയൽസമു മിൻ മുസാഹബത്തിൽ ഖശിയത്തി ലഹു. ഇൽമിനോട് ഖശിയത്ത്, ഭയം സഹവസിക്കലിനാൽ അനിവാര്യമായി തീരുമെന്ത്? അൽ വുഖൂഫു അലാ ഹുദൂദില്ലാഹ്. അള്ളാഹു നമുക്ക് വരച്ചു തന്ന ബൗണ്ടറികളിൽ നിൽക്കുക എന്ന് പറഞ്ഞ്. ഇപ്പം നിസ്കാരം നിർബന്ധമോ പഠിച്ചു. നമുക്കൊരു പേടിയും ബേജാറും കൂടി ഉണ്ടെങ്കിൽ, നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഖബറിലും പ്രശ്നമാണ്. അങ്ങനെ ഒരു ഭയം ഉണ്ടെങ്കിൽ ആഖിറത്തിലും പ്രശ്നമാണ്. ആ ഭയം ഉണ്ടെങ്കിൽ എന്താവും? നിസ്കരിക്കുക. പഠിച്ചാൽ മാത്രം, ഇപ്പം പിന്നെ അറിവ് മാത്രമല്ല, നമ്മൾ നിസ്കരിക്കുകയും ചെയ്യും. വമുലാസമത്തു ത്വാഅതി. പിന്നെന്തുണ്ടാവും? അള്ളാഹ് എല്ലാം ത്വാഅത്താക്കി മാറ്റും. ചിരിയും കളിയും കിടത്തവും ഉറക്കവും എല്ലാം അള്ളാഹ്ക്കുള്ള ത്വാഅത്താക്കി മാറ്റും. പേടിൻ്റെ. പിന്നെ വൽ വസൂഖു ബി, അള്ളാഹിനെ കൊണ്ട് ഉറപ്പിക്കും.
അള്ളാഹുവാണ് എല്ലാം നടത്തിത്തരുന്നത്, അവനാണ് എല്ലാം. ഇതൊക്കെ നമുക്ക് ഒരു ചിന്ത ഉണ്ടാവും ഖശിയത്തിലാവും. പിന്നെ വൽ ഇറാദു അനിദ്ദുന്യാ വഅൻ ത്വാലിബിഹാ, പേടി ബേജാറുണ്ടാവുമ്പോളേ ദുനിയാവിനെ നെവർ മൈൻഡ് ചെയ്യും, അവഗണിക്കും. ദുനിയാവിൻ്റെ ആളുകളെയും അവഗണിക്കും. നമുക്ക് അവന് അവഗണന ഉണ്ടോ? ഇല്ലെങ്കിൽ ഖശിയത്തില്ല. പിന്നെ വത്തഖ്ലീലി മിൻഹാ, ദുനിയാവിൽ നിന്ന് കുറച്ച്, വത്തഖ്ലീലു മിൻഹാ, അതിനാൽ ദുനിയാവിൽ നിന്ന് കുറച്ച് സേവിക്കുള്ളൂ, ആവശ്യത്തിന് മാത്രം. വമുജാനബത്തു അബ്വാബി അർബാബിഹാ, എപ്പോഴും മുതലാളിമാരുടെ വീട്ടിൽ ചെല്ലുക, ഓരോ കവാടത്തിങ്കൽ ചെല്ലുക, അങ്ങനെ വയന്നുങ്ങ നിൽക്കുക, അതൊന്നും ഉണ്ടാവില്ല. ഭയം കൂടി ഉണ്ടെങ്കിൽ വന്നസീഹത്തു ലിൽ ഖൽഖ് വഹുസ്നുൽ ഖുലുഖി മഅഹു വത്തവാളുഉ വമുജാലസത്തുൽ ഫുഖറായി വതഅളീമു ഔലിയാഇല്ലാഹി തആല, ഇതൊക്കെ ഉണ്ടാവും. എന്താ? മനുഷ്യരോട് ഗുണകാംക്ഷ ഉണ്ടാവും, അവരോടുകൂടെ നല്ല സ്വഭാവത്തിലായിരിക്കും, സാധുക്കളോട് കൂടെ ഇരിക്കല് വരും, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ ആദരിക്കും. ഇതൊക്കെ ഇൽമിനോട് കൂടെ ഖശിയത്തുണ്ടായുള്ള ഫായിദകളാണ്. എന്നാലോ ഇൽമിനോട് കൂടെ ഖശിയത്തില്ലെങ്കിലോ ബിഖിലാഫിൽ ഇൽമി അല്ലദീ ലാ തുസാഹിബുൽ ഖശിയ, ഖശിയത്ത് സഹവസിക്കാത്ത ഇൽമ് ഫഇന്നഹു യകൂനു മഅഹു റഗ്ബത്തു ഫിദ്ദുനിയാ, അതോടുകൂടെ ദുനിയാവിനുള്ള ഭ്രമം, അതിനോട് വല്ലാത്ത അലച്ചേകാരം. കാരണം ഇൽമുകൊണ്ടെന്താ? ഇൽമും ദുനിയാവിനാക്കി മാറ്റും. ദുനിയാവിൻ്റെ ആളുകളെ കാണുമ്പം ഒരു പൂച്ചമയക്കായിരിക്കും. പൂച്ചകൾ ഇങ്ങനെ ആവില്ല, അതേമായി പോലെ കാണും വല്ലാത്തൊരു കാട്ടിക്കൂട്ടൽ വരാം. എന്തിനോടും ഇവന്റെ സമയവും ചിന്തയും എല്ലാം ദുനിയാവിനെ നേടിയെടുക്കുവാൻ വേണ്ടിയാവും. നമ്മളൊക്കെ മായി തന്നെ. വൽ ജംഉ വൽ ഇദ്ദിഖാറു വൽ ഇദ്ദിഖാറു വൽ മുബാഹാത്തു വൽ ഇസ്തിക്ബാറു വതൂലുൽ അമൽ വനിസ്യാനുൽ ആഖിറ, ഇതൊക്കെ ഉണ്ടാവും. ദുനിയാവിനെ ശേഖരിക്കുക, ദുനിയാവ് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക, ദുനിയാവ് കൊണ്ടിങ്ങനെ പൗറ് പറയുക, അഹങ്കാരം, ദീർഘമായ കൊതികൾ, ആഖിറത്തിനെ മറക്കുക, ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഖശിയത്തില്ലാത്ത ഇൽമുകൊണ്ടുണ്ടാണ്. അല്ലാഹു നമ്മളെ കാണും. കാരണം ഫൈനൽ ആലിമ ഇദാ അഹബ്ബദ് ദുനിയാ വഅഹ്ലഹാ, ഒരു ആലിമ് ദുനിയാവിനെയും അതിൻ്റെ അഹ്ലുകാരെയും സ്നേഹിച്ചാൽ വജമഅ മിൻഹാ ഫൗഖൽ കിഫായ, നമുക്ക് ആവശ്യമുള്ള ഖദറിനേക്കാളും കുറേ ഒരുമിച്ച് കൂട്ടും ചെയ്താൽ യഗ്ഫുലു അനിൽ ആഖിറ, ആഖിറത്തിനെ തൊട്ട് അവൻ അശ്രദ്ധനാവും. നമ്മളൊക്കെ മായി. വഅൻ ത്വഅത്തില്ലാ, അള്ളാഹ്ക്കുള്ള വഴിപാടിനെ തൊട്ടും അശ്രദ്ധമാവും. ചുരുക്കി പറഞ്ഞാൽ ഖൈറുൽ ഉലൂമി മാ തൽസമുഹു ഖശിയത്തുല്ലാഹ്, അറിവ് മാത്രം പോരാ, അറിവോട് കൂടെ ഖശിയത്തും വേണം. വൽ ഖശിയത്തു അൽ ഖൗഫു മഅൽ ഇജ്ലാൽ വഖീല ഹിയൽ ഇജ്ലാലു മഅത് തഅലീം വഖീല അൽ ഖൗഫു മഅൽ അമൽ. അല്ലാഹു തആല നല്ല ഖശിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ.